ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ. 3:13 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളെ അങ്ങനെയാണ്, പ്രാർത്ഥന അങ്ങനെയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ട് ബൈബിളിൽ, ഇല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് കണ്ട. അതൊക്കെ ദൈവഹിതം എന്താ? ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. യേശുവിന് റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ ആരാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം അയച്ചവനെ ക്രിസ്തുവല്ലേ? അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിലേ ദൈവത്തിന് തോന്നണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥന മാത്രം പോരാ. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ പിന്നെ എന്താനുള്ള മുമ്പിലുള്ള വിഷയം, നമ്മുടെ റിസ്ക് എന്താ? റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആണ് ഈ വിശ്വാസത്തിൻ്റെ. എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയണത്, സിമ്പിളായിട്ടൊരു ഉത്തരവെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അതാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ വിശ്വാസത്തിന്റെ പ്രവർത്തനം ഞങ്ങളിലെ വർത്തമാനമാകുവാൻ ഇടയാക്കണമേ. നമ്മുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം എപ്പോഴും നമ്മുടെ റിസ്ക് എന്താണ്? ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറണം.